പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ പ്രഭാതം തന്നതിന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നെടിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ ഒരു പ്രകാശം കണ്ടു. അത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇതാ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഏതു അന്ധകാരത്തിലും പ്രകാശമായി ഉദിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്ന അന്ധകാരത്തിൽ, എളിയവന്റെ അവകാശത്തെ എടുത്തു കളയുന്ന അന്ധകാരത്തിലേക്ക് സമാധാനത്തിന്റെ രാജാവ് കടന്നു വരും. സ്നേഹമുള്ളവരെ, സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണ് പിതാവായ ദൈവം നമുക്കായി നൽകിയിരിക്കുന്നത്. നമുക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. ആരെല്ലാം ഈ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവരിലേക്ക് പ്രകാശമായ യേശുക്രിസ്തു കടന്നു വരികയും അന്ധകാരം മാറുകയും ഈ ലോകത്തിൽ പ്രകാശമുള്ള മക്കളായി ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. വചനം പറയുന്നു, അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് നൽകേണ്ടതിന് ഞങ്ങളുടെയും ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്കും പ്രശസ്തിക്കും ധനലാഭത്തിനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്നവർ തന്നിലെ അകത്തെ മനുഷ്യന് മാറ്റം വരുത്താതെ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കടന്നു പോകുന്നു. വചനം ഓർമ്മിപ്പിക്കുന്നു, ഈ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും ഭയപ്പെടാതിരിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ, നിത്യജീവൻ നേടുവാൻ കർത്താവായ യേശുക്രിസ്തുവാകുന്ന രക്ഷകനെ സ്വീകരിക്കുക. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും, ദീർഘായുസ് നൽകി സംതൃപ്തനാക്കും. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം, സർവശക്തനായ ദൈവമേ, അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, അങ്ങാണ് എന്റെ ദൈവം. സർവവും സൃഷ്ടിച്ച കർത്താവേ, അങ്ങാണ് പരിശുദ്ധൻ. ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ ദൈവം, അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ സ്തുതിയും ബഹുമാനവും ഞങ്ങൾ അങ്ങേക്കായി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേ ഞങ്ങൾ രക്ഷകനായി സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സർവശക്തൻ നീ എന്റെ ദൈവം, സർവവും നീയുളവാക്കിയല്ലോ. സർവശക്തൻ ഓ എന്റെ ദൈവമേ, നീ എന്റെ ദൈവം. ഹല്ലേലൂയ. സർവവും നീയുളവാക്കി, ഓ നീ യോഗ്യനായ ദൈവം, ഓ പരിശുദ്ധനായ ദൈവം, എല്ലാ സ്തുതിക്കും അർഹനായ എന്റെ കർത്താവേ, നിനക്കു മാത്രം നീ യോഗ്യൻ. ജീസസ്, പരിശുദ്ധൻ, ഹല്ലേലൂയ. എല്ലാ സ്തുതി ബഹുമാനവും നിനക്കു മാത്രം. ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. സ്തുതിച്ചിടുന്നു ദൈവം, അത്ഭുതങ്ങൾ നമ്മിൽ ചെയ്തിടുന്നു. ആമേൻ. ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു ദൈവം, അത്ഭുതങ്ങൾ നമ്മിൽ ചെയ്തിടുന്നു. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. എല്ലാ രോഗങ്ങളും ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവേ അങ്ങയുടെ അത്ഭുത ശക്തിയാൽ എടുത്തു മാറ്റണമേ. അങ്ങയുടെ രക്തത്താൽ, അങ്ങയുടെ വചനത്താൽ, അങ്ങയുടെ നാമത്താൽ സകല രോഗങ്ങളും സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. രക്ഷകനായ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വാഴണമേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ല വൈദ്യൻ നീ സൗഖ്യമാക്കും. ആമേൻ.
ദൈവത്താൽ അസാധ്യം ഏതുമുണ്ടോ? നല്ല വൈദ്യൻ ഓ ഗ്ലോറി. നീ സൗഖ്യമാക്കും. ദൈവത്താൽ അസാധ്യം ഏതുമുണ്ടോ? രോഗക്കിടക്കയിലും മനോവേദനയിലും തന്റെ ശാശ്വത ഭോജങ്ങളിൽ ചേർത്തണയ്ക്കും. രോഗക്കിടക്കയിലും മനോവേദനയിലും തന്റെ ശാശ്വത ഭോജങ്ങളിൽ ഓ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങൾ ഞങ്ങളിൽ ചെയ്തിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു. ദൈവം അത്ഭുതങ്ങൾ നമ്മിൽ ചെയ്തിടുന്നു. ഓ എന്റെ കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ കർത്താവേ. പാപക്കറകൾ നീക്കി ശാപബന്ധനങ്ങൾ അകറ്റണമേ കർത്താവേ. ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ നാഥ. ഞങ്ങളുടെ കുറവുകളെ പരിഗണിക്കാതെ എൻ്റെ കർത്താവേ ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാറാനാഥൻ നീ അത്യുന്നതൻ, തിരുനീണത്താൽ എന്നെ വീണ്ടെടുത്തു. യേശുവേ, മാറാനാഥൻ ജീസസ്, നീ അത്യുന്നതൻ, ഗ്ലോറി. തിരുനീണത്താൽ ഞങ്ങളുടെ പാപക്കറകളെ നീക്കണം. പാപക്കറകൾ നീക്കി ശാപമേറ്റു ക്രൂശിൽ എന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിടുവാൻ. പാപക്കറകൾ നീക്കി ശാപമേറ്റു ക്രൂശിൽ എന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു. ദൈവം അത്ഭുതങ്ങൾ നമ്മിൽ ചെയ്തിടുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു. ദൈവം അത്ഭുതങ്ങൾ നമ്മിൽ ചെയ്തിടുന്നു. ഇന്നേ ദിവസം കർത്താവിന്റെ ശക്തമായ അനുഗ്രഹങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.